ഹലോ, മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു നമ്മുടെ ഇവിടെ പിടിച്ച ഒരു തണ്ണിമത്തങ്ങ. അത് പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാകമായതല്ല, നമ്മൾ പറിച്ചതാണ്. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സൈഡ് അങ്ങ് അട്ടു പോകുന്നതായിട്ട് തോന്നിയേ, അങ്ങനെ നമ്മളിതങ്ങ് പറിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ യെല്ലോ കളറിലെ തണ്ണിമത്തങ്ങ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നമ്മൾ കടകളിലൊക്കെ വാങ്ങാനിരിക്കുന്നത് കണ്ടിട്ടുണ്ട്, നമ്മൾ റെഡ് കളറിലതേ വാങ്ങിയിട്ടുള്ളേ. അപ്പോൾ എങ്ങനെ ഈ റെഡ് കളറിലെ ആ ഒരു കുരു ഇട്ടിട്ട് ഈ ഒരു യെല്ലോ കളർ ഉണ്ടായി എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ യെല്ലോ കളറിലെ തണ്ണിമത്തങ്ങയാണ് ഇവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല തണ്ണിമത്തങ്ങയായിരുന്നേ. ആദ്യമായിട്ടാണ് അപ്പം ഞാനത് ടേസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഷേപ്പൊക്കെ അടിക്കാൻ കുറച്ച് റിപ്പയർ പണികളൊക്കെ ഉണ്ടായിരുന്നേ ഒരു കസ്റ്റമറിൻ്റെ. അപ്പം നമ്മൾ അതും കൊണ്ടാണ് മുകളിലേക്ക് പോകുന്നത്. പിന്നെ മഴയൊക്കെ ആയിട്ടാണ് ഇതുപോലെ മുളക് സ്റ്റെയർ റൂമിൽ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പുറകിലാണ്. നമ്മൾ എടുത്ത് വെളിയിലിടുമ്പോഴത്തേക്ക് മഴക്കാർ വരും, വീണ്ടും എടുത്ത് അകത്ത് നിവർത്തിയിടും. അങ്ങനെ 2-3 ദിവസമായിട്ട് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുവാണ്. പിന്നെ നമ്മളിത് അവരുടെ ആ ഒരു സ്റ്റിച്ച് ചെയ്യാനുള്ളതെല്ലാം സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് കസ്റ്റമർ വരുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് പരാഗ് വരെ പോകണമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു അവിടെ കേട്ടോ. പിന്നെ അവിടെ കയറിയിട്ട് നമ്മൾ കുറച്ച് മെറ്റീരിയൽസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ.